ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്ത് മറിയം 21 മുതൽ 24 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ സൂചിപ്പിക്കുന്നു. ഖാല കദാലിക ഖാല റബ്ബുകി, ഇവിടെയൊക്കെ ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഖാല. എന്നാൽ നേർവിപരീതമാണ് കദാലികി എന്നതിലേക്ക് ഉള്ള അലിഫ്, ദാലിൻ്റെ ദീർഘം. അഥവാ ഒന്ന് ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്ന അലിഫാണ്, അതിന് ആ ഹർഫിൻ്റെ തഫ്ഖീം ആ അലിഫിലും നിലനിൽക്കണം. എന്നാൽ ഇവിടെ ഇസ്തിഫാലിൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുമ്പോൾ അതിൻ്റെ തർക്കീഖ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും ഉണ്ടാവണം. ഇതാണ് അടിസ്ഥാന നിയമം. ഖാല കദാലികി ഖാല റബ്ബുകി, വീണ്ടും ഖാല എന്ന പദം ആവർത്തിക്കുന്നു. റബ്ബുകി, ഇതിൽ റാഇന് തഫ്ഖീം കൊടുക്കുക. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, ഹുവ വ്യക്തമാക്കണം, വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം. അലയ്യ ഹയ്യിൻ, ഇവിടെ ഐന് മുത്തവസ്സിത അക്ഷരമാണ്, വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തവസ്സുത്ത് എന്ന അതിൻ്റെ സിഫത്ത് നൽകുക. യ അലയ്യ, ചിലർക്ക് ആ യാഇൻ്റെ ലീനിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ട് മറ്റേതോ ശബ്ദമായി മാറാറുണ്ട്. അതൊക്കെ സൂക്ഷിക്കുക. ലീൻ എന്ന അടിസ്ഥാന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരമാണ് യാ. അലയ്യ ഹയ്യിൻ വലിനജ്അലഹു ആയ, വലിനജ്അലഹു, ജീമിൻ്റെ സുക്കൂനിനെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം, ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന ഹാ ദ്വമീറിൻ്റെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്റ എന്നതാണ്. ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ വന്നു എന്നതുകൊണ്ട് മദ്ദ് മുൻഫസിൽ ജായിസിൻ്റെ ഹുക്മാണ് അതിന് വരിക. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വലിനജ്അലഹു ആയ ആയതൻ ലിന്നാസ്, ആയതൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ നൽകി ഉച്ചരിക്കുക. ആയതൻ ലിന്നാസ്, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകുക. വറഹ്മതൻ മിന്നാ, റഹ്മതൻ ഇതിലുള്ള തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. നൂൻ മുശദ്ദദയെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. വറഹ്മതൻ മിന്നാ, റാഇന് തഫ്ഖീം കൊടുക്കണം, എന്നാൽ മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം. ഇതുവരെയായി നാം സൂചിപ്പിച്ച ഖാഫ് അതിൻ്റെ ദീർഘാക്ഷരം, റാ തുടങ്ങിയ അക്ഷരങ്ങളല്ലാതെ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം ഇസ്തിഫാലിൻ്റെ തർഖീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫുകളാകുന്നു. വകാന, ഇവിടെ കാഫ് ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളുള്ള കാഫ് അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തർഖീഖ് നിലനിർത്തുക. വകാന, വകാന ആയി പോവേണ്ട. വകാന അംറൻ മഖ്ദിയ, അംറൻ ഈ പദത്തിലെ സാക്കിന തമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. റാഇന് തഫ്ഖീം ചെയ്യണം. റാഇൻ്റെ തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അംറൻ മഖ്ദിയ, ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. കൂടാതെ ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, അതിന് തഫ്ഖീം നൽകണം. ദ്വാദിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. മഖ്ദിയ ഫഹമലത്ഹു, ഈ പദത്തിൽ ഹ
വ്യക്തമാക്കി ഉച്ചരിക്കുക. താ മഹ്മൂസായ അക്ഷരമാണ്, ഷദീദുമാണ്, ഷിദ്ദത്തുണ്ട്, ഹംസുണ്ട്. ഫഹമലത് ഹു ശേഷം വന്ന ദമീറിന് ദീർഘമില്ല, കാരണം തൊട്ട് മുമ്പിൽ സുക്കൂനുണ്ട്, താ സാക്കിനത്താണ് എന്നതുകൊണ്ട്. ഫഹമലത് ഹു ഫന്തബദത് ഫന്തബദത്. ഇതിൽ സാക്കിനത്തായ നൂനും ശേഷം താവുമുണ്ട്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചു ഉച്ചരിക്കണം, അവ്യക്തമാക്കി മണിക്കുക. ഫന്തബദത് ബിഹി, വീണ്ടും സാക്കിനത്തായത് വന്നു. ബിഹി ഇതിലുള്ള ദമീറിനെ മദ്ദുസിലത്തി സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. فانتبذت به مكانا قصيا. മക്കാനൻ തൻവീനും ശേഷം ഖാഫും ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷമുള്ള ഖാഫ് ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട് പദത്തിലെ സ്വാദിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകി ഉച്ചരിക്കുക. മക്കാനൻ ഖസിയ. فأجاءها المخاض. ഇതിലുള്ള അജാഅഹ എന്നതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അജാഅഹ. അലിഫുകൾ ഇസ്തിഫാലിൻ്റെ ഹർഫുകളെ ദീർഘിപ്പിക്കുകയായതിനാൽ തർക്കീഖാണ്. അൽ മഖാദു എന്നാൽ ഖാഇനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ് ഖാ, ശേഷം ദ്വാദും. അൽ മഖാദു ഇലാ ജിദ്ഇൻ നഖ്ല. അന്നഖ്ല നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖാഇന് തഫ്ഖീം കൊടുക്കുക. അന്നഖ്ല ഇലാ ജിദ്ഇൻ നഖ്ലതി ഖാലത്. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ. ഖബ്ല ഖാഫിന് തഫ്ഖീമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫാകുന്നു. ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് അതിൻ്റെ സുക്കൂനിനെ വ്യക്തമാക്കണം. ഖബ്ല ഹാദാ വകുന്തു. ഈ പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. വകുന്തു നസ്യം മൻസിയ. നസ്യൻ തൻവീനും ശേഷം മീമും ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മറച്ച് തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്ന. നസ്യം മൻസിയ. സാക്കിനത്തായ നൂനും ശേഷം സീനും വന്നിട്ടുണ്ട്. മൻസിയ. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ഹഖീഖി. മൻസിയ. ഫനാദാഹാ മിൻ തഹ്തിഹാ. അലിഫുകളൊക്കെ ശ്രദ്ധിച്ച് ഓതുക. തർക്കീഖിൻ്റെ ഹർഫുകളെ ദീർഘിപ്പിക്കുന്ന അലിഫ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതുകൊണ്ട് അലിഫുകൾക്കും തർക്കീഖാണ്. മിൻ തഹ്തിഹാ സാക്കിനത്തായ നൂൻ ശേഷം താ ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിച്ചുച്ചരിക്കുക. മിൻ തഹ്തിഹാ അല്ല. ഇവിടെ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ് അലിഫിനുള്ളത്. 4-5 ഹർക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. തഹ്തിഹാ അല്ല. അല്ല തഹ്സനി. ഹ വ്യക്തമാക്കുക, സായി വ്യക്തമാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا
مقضيا فحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا